കേരളം ഇന്നൊരു വലിയ രാഷ്ട്രീയ വഞ്ചനയുടെ നിഴലിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ വെറും വാക്കുകളല്ല, മറിച്ച് കേരളത്തിന്റെ സാമൂഹിക ഭദ്രതയെ തകർക്കാൻ പോകുന്ന ഒരു വലിയ ബോംബാണ്. വർഗീയതയെ എതിർക്കുന്നത് ഏതെങ്കിലും മതത്തിനെതിരല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. കേൾക്കുമ്പോൾ എത്ര നല്ല നിലപാട്, പക്ഷേ ഈ മാന്യമായ വേഷത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കൊടും ചതി നിങ്ങൾ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ? എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ പഴയ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിൽ നിന്നും ദ്രവിച്ചുപോയ പ്രസ്താവനകളൊക്കെ ഇങ്ങനെ മാന്തി മാന്തി പുറത്തിടുന്നത്? AK ആന്റണി 20 വർഷം മുമ്പ് പറഞ്ഞതും രമേശ് ചെന്നിത്തല പണ്ട് സൂചിപ്പിച്ചതും VD സതീശന്റെ പഴയ നിലപാടുകളും ഇന്ന് ഈ സമയത്ത് എണ്ണി പറയുന്നതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നമ്മൾ ആരെയും ന്യായീകരിക്കുകയല്ല, എല്ലാവരെയും നമ്മൾ എണ്ണിപ്പെറുക്കി പറയുന്നുണ്ട്. ഇത് പക്ഷേ മതനിരപേക്ഷയാണോ, സ്നേഹമാണോ, അതോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന രാഷ്ട്രീയ തന്ത്രമോ? ഭരണപരാജയങ്ങൾ എണ്ണിപ്പറയേണ്ട സമയത്ത്, അഴിമതി ആരോപണങ്ങളിൽ നിന്നും തലയൂരേണ്ട സമയത്ത് ജനങ്ങളെ തമ്മിലെടുപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തുന്ന ഈ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. ഇത് പിണറായി വിജയന്റെ വാക്കുകളല്ല, മറിച്ച് അദ്ദേഹത്തെ ജനങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്ന ഭീകരമായ സത്യങ്ങളാണ്. മുഖ്യമന്ത്രി പറയുന്നു, വർഗീയ ശക്തികൾക്ക് ഇപ്പോൾ കേരളത്തിൽ അഴിഞ്ഞാടാൻ കഴിയില്ല എന്ന്. എങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്നും സാമുദായിക ധ്രുവീകരണം ശക്തമാകുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങളെ അല്ല ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ സംഘടനകളെ UDFുമായി കൂട്ടിക്കെട്ടുന്നതിലൂടെ കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്തുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? സാമുദായിക നേതാവിനെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയി അവിടെ എന്ത് മതസൗഹാർദ്ദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്? തന്റെ പാർട്ടിക്കെതിരെ നിൽക്കുന്നവരെ വർഗീയവാദികളെ ചിത്രീകരിക്കുന്ന ഈ രീതി ജനാധിപത്യത്തിന് ഭൂഷണമാണോ? കേരളത്തിൽ സമാധാനമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും താഴെത്തട്ടിൽ സാമുദായികമായി മുറിവുകൾ ഉണ്ടാക്കാൻ ഭരണകൂടം തന്നെ മുൻകൈയെടുക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. തന്റെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ ഏത് വിഭാഗത്തെയും വർഗീയവാദികളാക്കാൻ പിണറായിക്ക് യാതൊരു മടിയുമില്ല. ഈ ബാലൻസിംഗ് ആക്ട് യഥാർത്ഥത്തിൽ വർഗീയതയേക്കാൾ അപകടകരമാണ്. മുഖ്യമന്ത്രി തന്റെ പ്രസംഗങ്ങളിൽ പഴയ നേതാക്കളെ വേട്ടയാടുകയാണ്. അതിനായി അദ്ദേഹം ഉപയോഗിക്കുന്നത് പകുതി വെന്ത സത്യങ്ങളുമാണ്. 2004 ആന്റണി പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് എണ്ണി പറയുന്നതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത് വോട്ട് ബാങ്കിനെയാണ്. പിന്നെ ജമാഅത്തെ കുറ്റപ്പെടുത്തുന്ന ഈ ഒരു നേതാവ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏത് സംഘടനയുമായിട്ടാണ് കൂടിച്ചേർന്നത്? ന്യൂനപക്ഷങ്ങൾ സംഘടിതമായി വിലപേശുന്നു എന്നു ആന്റണി പറഞ്ഞത് ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അത് വിദ്വേഷം ജനിപ്പിക്കാനാണെന്ന് ഇന്ന് വ്യാഖ്യാനിക്കുന്ന മുഖ്യമന്ത്രി അന്ന് ആന്റണിക്കൊപ്പം ചേർന്ന് കോൺഗ്രസ് വിട്ടു വന്നവരെ ആവേശത്തോടെ സ്വീകരിച്ച കാര്യം മറന്നോ? അന്ന് ആന്റണി വർഗീയവാദി ആയിരുന്നില്ലേ? മുസ്ലിം ലീഗിന് 5ാം മന്ത്രിയെ നൽകിയതിനെ VD സതീശൻ എതിർത്തു എന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. എന്നാൽ അന്ന് ആ വിഷയം ഒരു സാമുദായിക ചർച്ചയാക്കി മാറ്റിയത് CPMന്റെ സൈബർ സംഘങ്ങളല്ലേ? സ്വന്തം പാർട്ടിക്കാർ കത്തിച്ച തീയിൽ ഇപ്പോൾ സതീശനെ കരിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമല്ലേ? മലബാറിൽ സ്കൂളുകൾ അനുവദിച്ചപ്പോൾ ഉണ്ടായ പ്രാദേശികമായ വികാരങ്ങളെ വർഗീയമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയത് ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ചരിത്രപരമായ വസ്തുതകളെ തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുഖ്യമന്ത്രി ക്രൂരമായി വളച്ചൊടിക്കുന്നു. UDFനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന AK ബാലന്റെ കണ്ടുപിടുത്തം മുഖ്യമന്ത്രി ഏറ്റുപിടിക്കുമ്പോൾ അത് കേരളത്തിന്റെ പൊതുബോധത്തെ അപമാനിക്കലാണ്. മുസ്ലിം ലീഗിനെ തീവ്രവാദ സംഘടനകളുമായി കൂട്ടിക്കെട്ടുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഒറ്റപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുമ്പ് വോട്ട് ബാങ്കിന് വേണ്ടി ഇതേ സംഘടനകളുമായി സഖ്യമുണ്ടാക്കിയ ചരിത്രവും CPMനില്ലേ? അന്നവർ വർഗീയ പാർട്ടികൾ അല്ലായിരുന്നോ? ഇന്നവർ വോട്ട് നൽകാത്തത് കൊണ്ടല്ലേ ഈ പെട്ടെന്നുള്ള വിരോധം? അധികാരത്തിന് വേണ്ടി ആരെയും പുണ്യാളനാക്കാനും ആരെയും കൊടും വർഗീയവാദിയാക്കാനും പിണറായി വിജയന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് പ്രതിപക്ഷത്തെ തകർക്കുക എന്നതല്ല, മറിച്ച് ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് വോട്ട് കഴിയുക എന്നതാണ്. എന്തിനാണിപ്പോൾ ഈ വർഗീയ ചർച്ച? കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു, വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? വർഗീയത ചർച്ച ചെയ്യുക. UDF അധികാരത്തിൽ വന്നാൽ ശരിയാണ്, മുസ്ലിം ലീഗ് ആയിരിക്കും ഭരിക്കുക എന്ന് വെച്ച് രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാണ്, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. മാസപ്പടി കേസും അഴിമതി ആരോപണങ്ങളും കുടുംബത്തിന് നേരെ ഉയർന്ന ചോദ്യങ്ങളും സ്വർണ്ണക്കൊള്ളയും മറയ്ക്കാൻ വിദ്വേഷത്തിന്റെ മണ്ണൊരുക്കുകയാണ് ഇവിടെ നടക്കുന്നത്. പോലീസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന പിണറായി വിജയൻ മതനിരപേക്ഷതയെ കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. എതിർക്കുന്നവരെ വർഗീയവാദികളായും തീവ്രവാദികളായും മുദ്രകുത്തി നിശബ്ദരാക്കുന്ന ഈ ഭരണരീതി ഏകാധിപത്യത്തിന്റേതാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത വസ്തുതകളിൽ നിന്ന് ഒരൊറ്റ സത്യം സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, മറിച്ച് തന്റെ അധികാര കസേര ഇളകാതിരിക്കാൻ കേരളത്തിന്റെ സാമൂഹിക ഭദ്രതയെ പണയം വെക്കുന്ന ഒരു ഡിസിസീവ് പൊളിറ്റീഷ്യൻ അഥവാ ഭിന്നിപ്പിച്ചു ഭരണത്തിന്റെ ആധുനിക ശില്പിയായി മാറിയിരിക്കുകയാണ്.
മതനിരപേക്ഷതയെക്കുറിച്ച് അദ്ദേഹം ഓരോ തവണ വാചാലനാകുമ്പോഴും അതിന്റെ മറവിൽ അദ്ദേഹം ഒളിപ്പിച്ചു കടത്തുന്നത് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും സംശയത്തിന്റെയും കൊടും വിഷമാണ്. ഭരണപരാജയങ്ങൾ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ, കേരളം സാമ്പത്തികമായി തകർന്നു തരിപ്പണമായിരിക്കുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും നീചമായ മാർഗമാണ് ജനങ്ങളെ സാമുദായികമായി ചേരിതിരിക്കുക എന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ പ്രസ്താവനകളൊക്കെ ഇന്ന് ചർച്ചയാക്കി മാറ്റുന്നതിന് പിന്നിൽ ഒരു കൊടും ചതിയുണ്ട്. പിന്നെ രണ്ടു കൂട്ടരും ഞാൻ പറഞ്ഞതുപോലെ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. സ്വന്തം സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ചും മാസപ്പടിയെക്കുറിച്ചും തന്റെ കുടുംബത്തിന് നേരെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങളെക്കുറിച്ചും കേരളം ചർച്ച ചെയ്യരുതെന്ന് പിണറായി വിജയന് നിർബന്ധമുണ്ട്. സ്വർണ്ണക്കൊള്ള മറക്കണമെന്നും നിർബന്ധമുണ്ട്. അതിനായി അദ്ദേഹം കേരളീയരെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്നു. UDF-നെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഒരു വലിയ ജനവിഭാഗത്തെ സംശയത്തിന് മുനയിൽ നിർത്തി മറ്റൊരു വിഭാഗത്തെ ഭയപ്പെടുത്താനല്ലേ ശ്രമിക്കുന്നത്? ഈ ഭയപ്പെടുത്തൽ രാഷ്ട്രീയം ആർക്കു വേണ്ടിയാണ്? കേരളം ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച ഒരുമയെയും സാഹോദര്യത്തെയുമാണ് പിണറായി വിജയൻ എന്ന വ്യക്തി സ്വന്തം അധികാര മോഹത്തിന് വേണ്ടി തകർത്തെറിയുന്നതെന്ന് UDF പറയുമ്പോഴും നമുക്കറിയാം, എല്ലാവർക്കും ഒരുപോലെ മിനി പാകിസ്ഥാൻ ആണ് കേരളം. അതിനെ മാറ്റാൻ സാധിക്കില്ല. ചരിത്രത്തെ വളച്ചൊടിച്ചും വ്യക്തികളെ അധിക്ഷേപിച്ചും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന രണ്ടു കൂട്ടരും വരും തലമുറയ്ക്ക് വിദ്വേഷത്തിന്റെ പാഠങ്ങളാണ് നൽകുന്നത്. അധികാരത്തിന് വേണ്ടി ആരെയും വർഗീയവാദിയാക്കാനും വോട്ട് കിട്ടുമെങ്കിൽ ആരുമായും ഒത്തുതീർപ്പുണ്ടാക്കാനും മടിക്കാത്ത ഈ ഇരട്ട മുഖം കേരളം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ സെക്യുലർ പ്രസംഗങ്ങൾ കേവലം പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. വാക്കുകളിൽ മതനിരപേക്ഷതയും പ്രവൃത്തിയിൽ കൊടും വർഗീയതയും പുലർത്തുന്ന ഈ ഇരട്ടത്താപ്പിനെ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്യണം. ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയിൽ പയറ്റിയ വിഭജിച്ച് ഭരിക്കുക എന്ന അതേ തന്ത്രം തന്നെയാണ് ഇന്ന് പിണറായി വിജയൻ എന്ന ആധുനിക ഭരണാധികാരിയും പയറ്റുന്നത്. സ്വന്തം പരാജയങ്ങൾ മറയ്ക്കാൻ ഒരു ജനതയെ തന്നെ രണ്ടായി പിളർത്തുന്ന ഈ രാഷ്ട്രീയ ശൈലി കേരളത്തിന്റെ മണ്ണിൽ ഇനി അധികകാലം വിലപ്പോകില്ല. മതനിരപേക്ഷത എന്നത് പ്രസംഗിക്കാനുള്ളതല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കാനുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലെ വിഷം തിരിച്ചറിയാൻ പ്രബുദ്ധരായ മലയാളിക്ക് സാധിക്കും. അധികാരത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ വർഗീയ ചൂതാട്ടം കേരളം പൊറുക്കില്ല. പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല, മറിച്ച് കേരളത്തിന്റെ തനിമയും ഒരുമയുമാണ് വലുതെന്ന് വരും തലമുറ തെളിയിക്കും. ഈ കപട നാടകം ഇവിടെ അവസാനിക്കണം. കാരണം ഇത് വിവേകമുള്ള ജനതയുടെ മണ്ണാണ്. ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാക്കാൻ നമുക്ക് വിട്ടുകൊടുക്കാനാകില്ല. മുഖ്യമന്ത്രിയുടെ ഈ വിവാദ പ്രസ്താവനയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.